എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ജ്യൂസ് എന്ന് പറയുന്നത് ഞാൻ കൂവപ്പൊടിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണ് കൂവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ പാലിലേക്ക് തന്നെ ചൂടാക്കുമ്പോൾ ആ ഒരു സമയത്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കട്ടെ. ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അധികം വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ ആരെങ്കിലും ഇതേപോലെ കൂവപ്പൊടി പൊടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും. നല്ല റേറ്റ് ഉണ്ടാവും. കാരണം ഇത് ഉണ്ടാക്കാൻ നല്ല പണിയാണ്, നല്ല ടൈം കൊടുക്കും. അതേപോലെ നല്ല പണിയുള്ള ഒരു കാര്യമാണ് കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതും കമ്പനീൻ്റെ ഐറ്റംസ് അങ്ങനെ കിട്ടുന്ന ഐറ്റംസൊക്കെ വേറെ പൊടികൾ മൈദ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരിക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രഷായി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കൂവപ്പൊടീൻ്റെ വെള്ളവും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തില്ലായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ അപ്പം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി ഇതിപ്പോൾ അങ്ങനെ നമുക്ക് പ്രശ്നം വരില്ല, കാരണം മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഇതായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല കട്ടിക്കായി വന്നിട്ടില്ലേ? ഇതൊന്ന് ഇതാക്കി നല്ലോണം മിക്സ് ആയിട്ട് ഒന്ന് തിക്കായി വരുമ്പോഴത്തേനും നമുക്ക് ഓഫാക്കി കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട് കേട്ടോ, 2 ടേബിൾ സ്പൂൺ. നമ്മളിപ്പോൾ നോമ്പിൻ്റെ ഒക്കെ സമയമാണെങ്കിൽ ആദ്യം ഇതൊന്ന് കുറുക്കി വെക്കാം. ഈ 2 ടേബിൾ സ്പൂണൊക്കെ ഒരു 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മതിയാവും, 2 ആൾക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ. അപ്പോൾ അത് പിന്നെ ബാക്കി ഇത് ചൂടാറിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ അതൊന്ന് 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി. ബാക്കി അതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അല്ലായിരുന്നു എടുത്തത്. അപ്പം ഇത് മൊത്തം നമുക്കിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരില്ല, കാരണം ഞാൻ കുറച്ച് 1/2 ലിറ്റർ പാല് കൊണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ല തിക്കായ ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയ ശേഷമാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മുടെ കസ്കസ് ആണ്, ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നുണ്ട്, കറുത്ത കസ്കസ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരും. ഒരു 10 മിനിറ്റ് നമുക്ക് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ എടുത്തിട്ടുള്ള പാത്രത്തിൽ ഇത് ഇട്ട് വെക്കുക. ജസ്റ്റ് ഒന്ന് കഴുകുന്നത് നല്ലതായിക്കോട്ടെ, ചിലപ്പോൾ ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം 10 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കുമ്പോഴത്തേന് ഇത് നല്ലോണം പൊങ്ങി വന്നോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് അത്യാവശ്യം, കണ്ടോ നല്ല കട്ടായിട്ടുണ്ട്. ഇത് ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്ത് വെച്ചതിൽ ഒരു 3 ടേബിൾ സ്പൂൺ എങ്ങാനും കൂവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. ബാക്കി കുറച്ചുകൂടി ഉണ്ടാവും, ഏകദേശം ഇതിൻ്റെ പകുതിയോളം ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി വരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരു 2 കപ്പ് പാലാണ്. ഇപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാല്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കണം എന്നില്ല, ജസ്റ്റ് നമുക്ക് ഒരു തിക്നെസ്സിൽ കുടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി നല്ല തണുത്ത രീതിയിൽ കുടിക്കുന്നതാണ് നല്ലത്, കുറച്ച് ലൂസായിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തില്ലേ, പിന്നെന്താ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ നിങ്ങൾ മിക്സിയിൽ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാത്ത മിക്സി ആണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് കൂവപ്പൊടി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കാരണം അതൊന്ന് മിക്സായി കിട്ടാൻ പണിയായിരിക്കും. എന്നിട്ട് മൊത്തം പാലൊഴിച്ചിട്ട് ഒന്നും കൂടി ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇതേപോലെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണ് മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മേഡ് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, അതിന് പകരം 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടോ, ഒരു 1/4 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജ്യൂസ് തന്നെ കുടിക്കുമ്പോൾ ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കണമെന്നില്ല, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അത്രയും ആരോഗ്യത്തിനും കൂടി നല്ലതായിട്ടുള്ള ഡൈജഷനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏകദേശം ഉണ്ടാക്കി 3 ഗ്ലാസിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്ക് ഇതേപോലെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒന്നും ചെയ്യാതെ തന്നെ. പിന്നെ മധുരമാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ് ആണ്, ഇതൊരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ വനില ഐസ്ക്രീമും കൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കേട്ടോ. ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു രസം തോന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ചൊരു വനില ഐസ്ക്രീമും കൂടി മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതില്ലാതെ തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടി ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ഇത്തിരി ചോക്ലേറ്റ് സിറപ്പും കൂടി ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു ഫോട്ടോൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റ്, എക്സ്ട്രാ ടേസ്റ്റും കൂടി അതേപോലെ തന്നെ നല്ല ശരീരമൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടുള്ള ഒരു ജ്യൂസാണ്. എന്ന് വെച്ചാൽ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അത്രയും നമ്മളെ ശരീരം തണുപ്പിക്കാനും നമ്മൾ അത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ നിൽക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു വയറ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല 2 വലിയ ഗ്ലാസ് നിറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഐസ്ക്രീം ഒന്നും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇത് തന്നെ ഉണ്ടാവും നല്ല രസത്തിൽ കാണാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു 10-12 ഈത്തപ്പഴമാണ്. അതിൻ്റെ മറ്റേ ഞെട്ടുണ്ടല്ലോ, മുകളിലുള്ള ആ ഒരു ഞെട്ട് ഭാഗവും കളയണം, കുരുവും കളഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 10 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 15 വരെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ചെറിയ മിക്സിൻ്റെ ജാറില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈത്തപ്പഴം അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈത്തപ്പഴം കുറച്ച് പാലെങ്ങാനും ഒഴിച്ചിട്ട് ഈ ചെറിയ മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം അരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ വലിയ ജാർ തന്നെ എടുത്തിട്ട് ആദ്യം തന്നെ ഗ്രൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം അതേപോലെ കഷ്ണമായി കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിനാണ് കേട്ടോ ഇത് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഈത്തപ്പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിക്കാം, നമുക്കൊരു 1/4 കപ്പ് എങ്ങാനും പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ. പക്ഷെ പഞ്ചസാര ആഡ് ചെയ്താൽ പിന്നെ ഇത് ഹെൽത്തി അല്ലാതായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡേറ്റ്സിൻ്റെ ആ ഒരു മധുരം തന്നെ ഉണ്ടെങ്കിലും മതി എന്നാണ്. അത്യാവശ്യം മധുരം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് നല്ല മധുരം വേണം ജ്യൂസിനുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലോണം നമുക്കൊന്ന് അരിഞ്ഞു കിട്ടും. പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് ഇത് ഈത്തപ്പഴം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ചെറിയ ജാറിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി ഇത് ഞാൻ ചെയ്യുന്ന വലിയൊരു ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്നറിയോ, ഈ മിക്സിൻ്റെ ജാറില്ലേ ഇപ്പോൾ നമ്മൾ ചെയ്ത് ഇതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കുക. ഒന്ന് അത്യാവശ്യം പാലൊഴിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ പെട്ടി പിടിച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും. നമ്മൾ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ അത് ഇളക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ പിടിച്ചിട്ടതൊക്കെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, മൊത്തം അത് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വലിയ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഇതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ജാറ് ക്ലീനായി കിട്ടിയില്ലേ. ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. കണ്ടില്ല, നല്ല മിക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 ഗ്ലാസിൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതേപോലത്തെ അണ്ടിപ്പരിപ്പും ഇതും പിന്നെ ആപ്പിളൊക്കെ കൂടിയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ ഡേറ്റ്സിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 3 ടൈപ്പിലുള്ള റെസിപ്പിയും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എന്നുള്ള രീതിയിൽ ഇതും കൂടി ഈ 3 ജ്യൂസും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. അതും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.